അമ്മ ഞാൻ അർച്ചന്റെ വീട്ടിൽ പോവാണേ. നിക്ക്, ഞാനും വരുന്നുണ്ട്. ആ പോര്, ഞാൻ അങ്ങോട്ട് നടക്കങ്ങളാണ്ട് പോര്. ആയിക്കോട്ടെ. ഹലോ, എവിടുക്കാ പോണേ? നീയോ? കൊറേ ആയല്ലോ കണ്ടിട്ട്. ഞാൻ അർച്ചനന്റെ വീട്ടിൽ പോവാ. ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ട്. അർച്ചനന്റെ കൊടുക്കോ? ഞാൻ വരട്ടെ. ഇതാ എന്റെ അമ്മ വരുന്നുണ്ട് ബാക്കില്. പോരാത്ത ഇനി അവളെ അമ്മ വീട്ടില്, പിന്നെ സാറുണ്ട്. ഒന്നും നടക്കൂല മോനെ. സാറോ? ഏ സാറ്? അർജുൻ സാറ്, അവളെ കസിന്. അർജുനോ? അവന്റെ ഫ്രണ്ട് കൂടി ഒന്ന് പറഞ്ഞ് വരാലോ. പിന്നെ ഞാനും നിങ്ങളെ ഫ്രണ്ടല്ലേ. അത് വേണോ? വേണം. അമ്മക്ക് കണ്ട എന്താ വിചാരിക്ക? അതിന് ഞങ്ങൾ ഫ്രണ്ടാന്നല്ല അറിയുള്ളൂ അവർക്ക്. ഞങ്ങൾ തമ്മിലിപ്പോ എന്താന്ന് അവർക്ക് അറിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പോരെ. ആ ഓക്കെ, നടക്ക്. പിന്നെ എങ്ങനെ പോകുന്നു നിന്റെ പഠിത്തമൊക്കെ? പഠിത്തം അങ്ങനെയൊക്കെ പോകുന്നു, വലിയ കുഴപ്പമില്ല. പിന്നെ എന്താ മോളെ, ഇപ്പോഴും സിംഗിൾ ആയിട്ടാണോ നടപ്പ്? ഒപ്പമുള്ള ആളൊക്കെ കമ്മിറ്റഡ് ആയി. ഇങ്ങനെ നടക്കാനാണോ പ്ലാൻ? അതിന് ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, ഒരാളും കൂടി വിചാരിക്കണ്ടേ. അതാരാ? ആളാണെന്ന് പറഞ്ഞാൽ സെറ്റാക്കി തരുമോ? ആ പറയാ, ആരാ നോക്കട്ടെ. അർജുൻ. അർജുൻ? അർജുൻ, എനിക്ക് അർജുനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്വപ്നം കണ്ടു. അങ്ങനെയാണെങ്കിൽ പറയുന്നത് വിശ്വസിക്കൊന്നുമില്ല. അവനൊരാളെ ഇറക്കേണ്ടി വന്നു. ആളെ ഇറക്കിയിട്ട് വലിയ ഗുണമൊന്നുമില്ല. ആരേ പറഞ്ഞു ഗുണമില്ലാന്ന്? ഇവിടെ വരെ എത്തിയില്ലേ? അത് ശരിയാണ്, പക്ഷെ പൈസ ഒക്കെ നല്ല ചെലവാ. അതൊന്നും സീനില്ലടാ, സെറ്റ് ആവണ വരെയല്ലേ. പിന്നെ അർജുൻ അങ്ങനെ സെറ്റ് ആവുന്ന ടൈപ്പ് അല്ല. നീ കുറച്ച് പാടുപെടേണ്ടി വരും. പിന്നെ ഞാനും സഹായിക്കാം. ഓക്കെടാ, വീടെത്തി. നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ അവിടെ നമുക്ക് എന്തെങ്കിലും സെറ്റ് ആക്കാം. നീ എന്തെങ്കിലും ഒപ്പിച്ചേരണേ. അതൊക്കെ ഞാൻ ഏറ്റു. മോളായിരുന്നു അല്ലെ? ഇതാരാ? അത് അർജുൻ സാറെ ഫ്രണ്ടാ. പിന്നെ ഞങ്ങളെ ഫ്രണ്ടും കൂടിയാണ്. മോന്റെ ഫ്രണ്ടായിരുന്നു. കേറ്. എല്ലടി, എന്റെ അമ്മനെ കൊറേയല്ലോ കണ്ടിട്ട്. എവിടെ? അമ്മ വരുന്നുണ്ട്. അമ്മ ബാക്കിലിന്റെ ഒപ്പം വന്നീന്നു. ശരി. പിന്നെ നിങ്ങളെ മേലൊക്കെ പോയിക്കോളി. അവിടെ അർജുനൊക്കെ ഉണ്ട്. ഹലോ. ഹലോ. നീ എന്താ ഇവിടെ? ഞാൻ ഇങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ട് വരാനാ? ഹേ അർജുൻ, ഹേ മച്ചാ, കൊറേ ആയാലേ കണ്ടിട്ട്. ഞാനിവിടെ ഒക്കെ തന്നെ ഉണ്ട്. പിന്നെ അർച്ചുമോളെ, എന്താണ്? അപ്പുറത്തെ റൂമൊക്കെ വരുമോ? ഡാഡാ. റൊമാൻറ്റിക് കപ്പിൾസ്. എന്നാ ഞങ്ങൾ വിട്ടേ. ഡാഡാ, അവൾക്ക് മറ്റന്നാൾ എക്സാം ആടാ. അതൊക്കെ ഓള് പഠിച്ചോളൂ. ഓള് ഗുഡ് ഗേൾ അല്ലേ. സാറേ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നിനക്കെന്താ? നിന്നോട് എത്ര തവണ പറയണം? എനിക്ക് താല്പര്യമില്ല. നീ എത്ര വട്ടം പറഞ്ഞു? അതൊക്കെ നിങ്ങൾ ഭയങ്കര ഇഷ്ടായിട്ടല്ലേ? നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവൂല? ഇനി ഇതും പറഞ്ഞ എന്റെ പിന്നാലെ വന്ന എന്റെ കൈന്റെ ചൂടറിയും. നീ വേറെ ആളെ പോയി നോക്ക്. നീ എന്റെ പിന്നാലെ നടക്കുന്ന എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗാ. എനിക്കത് പറഞ്ഞാ മനസ്സിലാവൂല. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾ പിന്നാലെ വരൂല. ഇനി ഞാൻ ഇങ്ങോട്ടും വരൂല. നീ സാറായിട്ട് കണ്ടോളാം. സോറി, ശല്യം ചെയ്തതല്ല. പിന്നെ ഞാൻ ശല്യം ചെയ്യണമെന്ന് വിചാരിച്ച് വന്നതല്ല. അത് നിങ്ങൾ ഒരുപാട് ഇഷ്ടമായിട്ട് നിങ്ങൾക്കത് ഇറിറ്റേറ്റിംഗ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി, ഞാനതിന് ക്ഷമ ചോദിക്കുന്നു. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. നീ എങ്ങോട്ടാടി പോകുന്ന? ഞാൻ വീട്ടിലേക്കാ. ഞാനിവിടെ ഇരിക്കല്ലേ. അല്ല, നീ എന്താ കരയാണോ? അല്ല അമ്മ, കണ്ണില് പൊടി പോയതാ. ഞാൻ പോയി. എന്ത് പറ്റി മോളെ? ഒന്നുമില്ല ആന്റി, ഞാൻ പോയി. അല്ല, അവൾ എന്ത് പോയിപ്പോ? അത് ചിലപ്പോ സാറ് പഠിക്കാൻ പറഞ്ഞിട്ട് പഠിക്കാതെ ഇട്ട് എന്തെങ്കിലും പറഞ്ഞു കാണും. അവൾക്ക് പെട്ടെന്ന് സങ്കടം വരും. ആ പോക്കാൻ തോന്നിട്ട് പോയത്. അല്ല, അനു എവിടെ? എനിക്കറിയില്ല. നിനക്കറിയാതെ അവൾ എങ്ങോട്ട് പോയതാ? അവൾ ഇവിടെ അല്ലേ ഉണ്ടായിരുന്നേ? അവള് വീട്ടിൽ പോയി. നീ അവളെന്തെങ്കിലും പറഞ്ഞോ? എടി, അവളെ എന്നെ ശല്യം ചെയ്യാ. എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്താ അർജുൻ? ഇതാ അർജുൻ, നിങ്ങൾ ഒറ്റക്ക് സംസാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇപ്പൊ ഞങ്ങൾ പോയപ്പോ അവളെ കരയിപ്പിച്ചു വിട്ടു. അവൾ എന്താ നിന്നോട് പറഞ്ഞേ? ഇനി ഞാൻ അങ്ങോട്ട് വരൂല, ശല്യം ചെയ്യൂല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നിനക്ക് സമാധാനായില്ലേ?
അവള് കരഞ്ഞിട്ടല്ലേ പോയത്. ഇനി അവള് വരൂല. അവള് ഇനി എങ്ങനെ? എടാ ഞാനൊരു കാര്യം പറയട്ടെ, അവള് ജെന്യൂനാ. അവൾക്ക് അത്രക്കും നിന്നെ ഇഷ്ടമാ. എത്ര പ്രപ്പോസൽ അവൾക്ക് വന്നിട്ടുണ്ടെന്നറിയോ? എന്നിട്ട് അവൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. എന്നിട്ട് അവൾ പറഞ്ഞു അവന് എസ് പറയും, അവനിക്ക് എന്നെ ഇഷ്ടമാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവൾ അത്രക്കും ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഞാൻ പറയട്ടെ, നിന്നെ ഇതുമാതിരി ഒരാള് സ്നേഹിക്കൂല. എനിക്ക് താല്പര്യമില്ല. എൻ്റെ ലൈഫും കൂടിയല്ലേ, ഞാനും കൂടി തീരുമാനിക്കണ്ടേ? ഓക്കെ. അർജുൻ വേണ്ട, നിർബന്ധിപ്പിക്കണ്ട. ഇഷ്ടമില്ലാത്ത കാര്യമല്ലേ. ഞാനൊന്ന് അവളുടെ അടുത്ത് പോയോക്കട്ടെ. എന്തിനാണ് ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടേ? ദൈവം എന്തിനാ എനിക്ക് കാണിച്ചു തന്നെ? ഇതൊക്കെ കേൾക്കാനാണോ? അനു, എന്താ അശ്വി, നീ കരയണോ? കരയല്ലേ, കണ്ണൊടുക്ക്. നീ ഇങ്ങനെ കരയല്ലേ പെണ്ണേ. അവനക്ക് നിന്നെ ഇഷ്ടാവോ? നീ ഇങ്ങനെ കരയാതെ. നീ അവനേറ്റേ കുറച്ച് മിണ്ടാതെ നടക്ക്. അപ്പൊ അവനക്ക് മിസ് ചെയ്യാന്നെ. അത് ഞാൻ തരുന്ന വാക്കാ. അങ്ങേരെന്താ വിചാരിച്ചു? അങ്ങേരെ എന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോക്കിന് ഞാനിനി പിന്നാലെ നടക്കൂലെന്ന് വിചാരിച്ചോ? വെറും ഷോഫ മുളതിന്റെ. ഞാൻ അങ്ങനെ കിട്ടോളം ഞാൻ ഇതാക്കും. ഞാനാരാ മോളിച്ചിട്ടാ? അപ്പൊ തന്നെ വെറും ഷോ ഇന്നല്ലേ? സങ്കടൊക്കെ ഉണ്ടായിന്ന് കേട്ടപ്പോ. പക്ഷേ ഞാനങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല നിന്റെ സേട്ടനെ, കേട്ടോ? ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ? പാവം, അതവിടെ കിടന്ന് കരയുണ്ടാവും. ഇനി അവളെന്റെ പിന്നാലെ നടക്കൂലേ? അവൾ അത്രയും കരഞ്ഞിട്ടാ പോയത്. ഇനി അവളെന്റെ പിന്നാലെ നടക്കൂലെന്ന് തോന്നുന്നു. അയ്യോ, ഞാൻ എന്താ കാണിച്ചേ? എടാ നാറിയപ്പ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നില്ലേ? ഈ കുറച്ച് സൈക്കിൾ അവള് കുറച്ച് സഹിച്ചില്ലേ? ഞാൻ അവൾ അങ്ങനെ പോയത് നന്നായി. നീ കുറച്ച് സൈക്കിളാ. നീ അങ്ങനെ ഒന്നും പറയല്ലേ. ഞാൻ അപ്പത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ. ഇപ്പൊ ദേഷ്യം എന്തായി? നല്ല രസായില്ലേ? എടാ കാശി, ഇനി എന്താ ഇങ്ങനൊക്കെ? ഞാൻ ഇങ്ങനൊക്കെ തന്നെ. നീ സഹിച്ചേ പറ്റൂ. ഞാൻ പോയി, ബൈ. എടാ കാശി, ഇനി ഞാൻ എങ്ങനെ അവളെ മുഖത്ത് നോക്കുക? ആ നാറിയും പോയി. എടാ പോവല്ലടാ, ടാറ്റാ. ഞാൻ എന്തു പണിയാ കാണിച്ചേ? ഇനി എന്താ അടുത്ത പ്ലാൻ? അർച്ചന, അനു, ഒരു കാര്യം പറയാണ്ട്. എന്താ? അവനിക്ക് നിന്നെ ഇഷ്ടമാ. അവനോട് കിടന്ന് കരയുന്നുണ്ട്. അവൻ അപ്പത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞതാ. അപ്പൊ നീ ഇവിടെ കിടന്ന് കരയില്ലേ? നീ കരയെ വെച്ചിട്ട് ഞാൻ ഓടി വന്ന് പറഞ്ഞേ. അതൊക്കെ അവളെ വേറൊരു ഷോഫായിരുന്നു. അതെന്തായാലും നന്നായി. ഇനി എന്താ അടുത്ത പ്ലാൻ? അടുത്ത പ്ലാൻ എന്താന്ന് വെച്ചാ, ഇനി ഞാൻ അങ്ങേരേറ്റ് മുണ്ടാതെ നടക്കും. കണ്ടാലും മെയിൻ ചെയ്യില്ല. ഒരു സാറെന്ന രീതിക്ക് ഞാൻ വിളിക്കും. എന്നിട്ട് മഹിനെ ഞാൻ ഒപ്പം കൂട്ടും. അപ്പൊ എന്താ കാട്ടാ നമുക്ക് കാണാലോ. ഞാൻ കൊറേ സഹിച്ചില്ലേ, ഇനി അങ്ങേര് സഹിക്കട്ടെ. എന്നാലും പാവണ്ടടി, പറ്റൂല. ഇനി അവൻ കുറച്ച് കരയട്ടെ. എന്താ ഞാൻ കൊറേ കരഞ്ഞില്ലേ? ഇന്നാ ഞാൻ പോയേ. നാളെ സ്കൂളിൽ വെച്ച് കാണാം. പിന്നെ നാളെ എന്റെ ഏട്ടൻ വരുന്നുണ്ടോ? ചെലവ് ആദ്യം എനിക്ക് കിട്ടുമോ നോക്കട്ടെ. ചെലവ് എന്നിട്ടല്ല എനിക്ക്. ഞാൻ പോയി, നാളെ കാണാം. ബൈ. ഓക്കെ. നീ വല്ലാണ്ടങ്ങ് വളർന്നല്ലോ. അത് ശരി. ഞാൻ പുളിങ്ങാക്കുരിയായിട്ടിരിക്കോ? അമ്മോടെ? അമ്മ കേട്ട മേനെ 2 മിനിറ്റ് മുമ്പ് മുട്ടി. അമ്മ ബാത്റൂമിലാ. അമ്മ, ഏട്ടൻ വന്നു. മോനെ. അമ്മ, എനിക്കെന്താ കൊടുന്നേ? ഉണ്ടമ്പരി വേണോ? അപ്പൊ എനിക്കൊന്നും കൊടുന്നീലേ? ഈ ഇന്നല്ലേ വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ കൊണ്ടുവരുന്ന സാധനത്തിനാണ് വെയിറ്റ് ചെയ്തിരുന്നത്. നിനക്ക് നന്നായിട്ട് അറിയാം. അത് അറിഞ്ഞിട്ട് കൊടുത്തില്ലടാ പട്ടി. ഞാൻ സാധനം കൊടുന്നീന്ന്. ഇപ്പൊ എന്നെ അങ്ങനെ വിളിച്ചോണ്ട് എനിക്ക് ആ സാധനം തരില്ല. അമ്മ കേറി വന്നില്ല. രണ്ടും തുടങ്ങി. ചീവീട് സാധനം കൊടുന്നിക്കണ്. തൊള്ളന്ന് കൂട്ടോ? ഫുഡ് എടുത്തു വെക്കാം. ഇവിടെ ഇരിക്ക്. വേണ്ട അമ്മ, ഇപ്പൊ വേണ്ട. ഒരു 8 മണിയൊക്കെ ആകുമ്പോ കുടിക്കാം. 6 മണിയല്ലേ ആയുള്ളൂ. നല്ല ക്ഷീണമുണ്ട്. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ചേട്ടാ, ആ പെട്ടിന്റെ കൈ തന്നിട്ട് പോയാ പോരെ? ഇന്നാ ഞാൻ പോവാണ്. താങ്ക്സ്.